ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ പൊട്ടാറ്റോ സ്കിൻ കെയർ ചലഞ്ചിൻ്റെ 5th ഡേ ആണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് പൊട്ടാറ്റോ ഫേസ് ജെല്ലാണ്. ഈ പൊട്ടാറ്റോ ഫേസ് ജെല്ല് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്, അതുപോലെ പിമ്പിൾസ് മൂലം ഉണ്ടാകുന്ന ബ്ലാക്ക് മാർക്ക്, നമ്മുടെ ഐസിന് ചുറ്റുമുണ്ടാകുന്ന ബ്ലാക്ക് സർക്കിള്, ഇതൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് നമ്മുടെ ഫേസിനെ നല്ല ഗ്ലാസ് പോലെ ഗ്ലോ ആൻഡ് ക്ലിയർ ആക്കി വെക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ പൊട്ടാറ്റോ ഫേസ് ജെല്ല് എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും പുതുതായി നമ്മുടെ ചാനലും വീഡിയോയും കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. ഈ പൊട്ടാറ്റോ ഫേസ് ജെല്ല് റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു പൊട്ടാറ്റോ എടുത്തിട്ട് അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. നമുക്ക് ഈ പൊട്ടാറ്റോ ഫേസ് ജെല്ല് റെഡിയാക്കാനായിട്ട് ഈ പൊട്ടാറ്റോ പേസ്റ്റ് അല്ല ആവശ്യമുള്ളത്, നമുക്കിതിൽ നിന്നുള്ള ജ്യൂസാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പേസ്റ്റ് ആക്കിയിരിക്കുന്ന പൊട്ടാറ്റോയിൽ നിന്ന് ജ്യൂസ് മാത്രമായിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു കോട്ടൺ തുണി അതല്ലെങ്കിൽ ഒരു സ്ട്രെയിനർ യൂസ് ചെയ്ത് ഇതിൽ നിന്നും പൊട്ടാറ്റോ ജ്യൂസ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ പൊട്ടാറ്റോ പേസ്റ്റ് ആക്കിയിട്ട് അതിൽ നിന്നും ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം ഒരു വെജിറ്റബിൾ ഗ്രേറ്റർ യൂസ് ചെയ്ത് പൊട്ടാറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഈ സ്ട്രെയിനറിലേക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ജ്യൂസ് എടുക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈമും എടുക്കത്തില്ല, എളുപ്പത്തിൽ തന്നെ നമുക്ക് വേണ്ട അത്രത്തോളം ജ്യൂസ് കിട്ടുന്നതുമായിരിക്കും. ഇപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്യുവർ പൊട്ടാറ്റോ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് നമ്മൾ അലോവേര ജെല്ലാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഷോപ്പിൽ നിന്നുള്ള അലോവേര ജെല്ലാണ് എടുക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെയുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്യുവർ അലോവേര ജെല്ലും എടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെയുള്ള പ്യുവർ ആയിട്ടുള്ള അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ പൊട്ടാറ്റോ ജെല്ലിന് ഇത്രയും തിക്നെസ് കിട്ടത്തില്ല, അത് കുറച്ച് വാട്ടറി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന അലോവേര ജെല്ല് വെച്ച് റെഡിയാക്കുന്ന പൊട്ടാറ്റോ ജെല്ല് പോലെ ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കത്തില്ല. ഇപ്പോൾ നമ്മളൊരു 2 സ്പൂണോളം അലോവേര ജെല്ലാണ് ഒരു ബൗളിലേക്ക് എടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ജ്യൂസ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ടകട്ടയില്ലാതെ നല്ലതുപോലെ ഫുള്ളായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അത് കുറച്ചിങ്ങനെ രണ്ടും രണ്ടായിട്ട് കിടക്കുന്ന പോലെ ആയിരിക്കും കിടക്കുന്നത്. അലോവേര ജെല്ലും അതുപോലെ ഈ ജ്യൂസും രണ്ടായിട്ട് കിടക്കുന്ന പോലെ തോന്നും. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കിടക്കുമ്പം അത് നല്ലതുപോലെ നല്ല തിക്കായിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള പൊട്ടാറ്റോ ജെല്ലി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലേക്കാണ് മാറ്റുന്നതെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ ജെല്ല് നമുക്ക് 1 to 2 വീക്ക് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ജെല്ല് ഫ്രിഡ്ജിൽ ഇരിക്കും തോറും ഇതിൻ്റെ കളറിന് ചേഞ്ച് ഉണ്ടായിരിക്കും. ഇതുപോലെ ബ്ലാക്ക് കളറാകും. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇത് പൊട്ടാറ്റോയുടെ ആ കളർ ചേഞ്ച് ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെ ബ്ലാക്ക് കളർ ആവുന്നത്. ഈ പൊട്ടാറ്റോ ജെല്ല് ഞാൻ ഡെയിലി എൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്തെങ്കിലും ഒരു 3 ഡേയ്സിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. കാരണം ഇതുപോലെ കളർ ചേഞ്ച് ആവുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഈ ജെല്ല് ഡെയിലി മോർണിംഗ് ഓർ ഈവനിങ്ങിൽ നമ്മുടെ ഫേസിൽ ഇതുപോലെ ഡോട്ട് ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം നല്ല സോഫ്റ്റായിട്ട് ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു 5 മിനിറ്റ്. പിന്നീട് നമുക്കൊരു 10 to 15 മിനിറ്റിന് ശേഷം നമ്മുടെ ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ റെഡിയാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.